മഞ്ചേശ്വരത്തിനടുത്ത് മിയാ പദവിൽ 11-കാരിയെ രക്ഷകർത്താവായ വൃദ്ധൻ ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി പരാതി. പെൺകുട്ടിയുമായി അമ്മ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തി. കഴിഞ്ഞ 3 വർഷമായി 68-കാരനായ വൃദ്ധൻ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു വരുന്നതായി പെൺകുട്ടിയുടെ അമ്മയും നാട്ടുകാരും ആരോപിക്കുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കുറ്റം പുറത്തു വരാതിരിക്കാൻ ചിലർ ഇടപെട്ടതായും ആക്ഷേപമുണ്ട്. എന്റെ കുഞ്ഞ് 2.5 കൊല്ലമായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നായിരുന്നു 2.5 കൊല്ലം. ഈ കുഞ്ഞ് സ്കൂളിൽ കാര്യം തുറന്നു പറഞ്ഞു. എന്നിട്ട് ഷെൽഡൻ കമ്പനിക്കാർ ഒരു കേസ് എടുത്തു. ഞാൻ അവളോട് ചോദിച്ചു, എല്ലാ കാര്യം ചെയ്യുന്ന കാര്യമെല്ലാം അവള് പറയുന്നു. അതിന് കൂട്ട് മദ്രസിലെ ഉസ്താദ് നിന്നിട്ടുണ്ടെന്ന് പറയും. കുട്ടി ഇത് ആദ്യം പറയാത്തതിന്റെ കാരണം നാണക്കേട്. പല കാര്യവും ഇപ്പോൾ ഒരു പെൺകുട്ടിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. നമുക്ക് തന്നെ ഒരു കാര്യം ചോദിക്കാൻ നാണക്കേടാ എന്ന കാര്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇവര് മദ്രസയിലെ അധ്യാപകന് ഈ കാര്യം അറിഞ്ഞപ്പോ കുട്ടീനെ വിളിപ്പിച്ച് കേസൊന്നും കൊടുക്കണ്ട, ഇയാള് സമൂഹത്തിലെ ഉന്നതനായ വ്യക്തിയാണ്, ആചാരാണ്, നമുക്കിത് കുറവാണെന്ന് പറഞ്ഞിട്ട് മതഗ്രന്ഥം പഠിപ്പിച്ച് സത്യം ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ എന്ത് ചെയ്യണമെന്ന് നമ്മളെല്ലാരും കൂടി തീരുമാനിക്കണം. സ്കൂളിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ കണ്ട പ്രത്യേകതകളും അനധികൃതമായ അവധിയും ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ട് നവംബർ 23-ന് കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത് പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. ജാമ്യത്തിലിറങ്ങിയ വൃദ്ധൻ നിരന്തരമായി ഭീഷണിപ്പെടുത്തി വെള്ളക്കടലാസിൽ ഒപ്പിട്ട് വാങ്ങിയെന്നും മർദ്ദിച്ചെന്നും പെൺകുട്ടിയുടെ അമ്മ പറയുന്നു. മോഷണക്കുറ്റം ചുമത്തി പെൺകുട്ടിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ 3 മാസമായി അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് പെൺകുട്ടി ഇന്ന് ആശുപത്രിയിൽ എത്തിയതത്രേ. ദാരിദ്ര്യം മൂലം യത്തീംഖാനയിൽ നിന്ന് പഠിക്കുകയായിരുന്ന പെൺകുട്ടിയെ 3 വർഷം മുമ്പാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനും സമൂഹത്തിൽ മാന്യനുമായ വൃദ്ധൻ കുട്ടിയുടെ അമ്മയുടെ അനുവാദത്തോടെ കൂട്ടിക്കൊണ്ടുപോയത്. ഭാര്യയ്ക്ക് കൂട്ടിരുന്നാൽ മതിയെന്നും വിദ്യാഭ്യാസമടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏൽക്കാമെന്നും വൃദ്ധൻ പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് 2.5 വർഷക്കാലം വൃദ്ധൻ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പെൺകുട്ടി പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.